കിൽ ഓർ ഡൈ. ഭരതനാട്യം 2 മോഹിനിയാട്ടം. ജോണർ ഷിഫ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കാര്യം ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഓറിയൻറ്റഡ്, ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. കാര്യം ഇതിൻ്റെ നമ്മുടെ കാസ്റ്റിംഗ് നോക്കിയാൽ തന്നെ അറിയാം. ബേബി ജീൻ ഉണ്ട്. ബേബി ജീൻ്റെ വോയിസിലാണ് മെയിൻ ഹൈലൈറ്റ്. പുള്ളി എന്താ പറയുക, പുള്ളി ഒരു ലോ ജാക്ക് കിഡിലൻ ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ ട്രാക്ക് കേട്ടാൽ അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വോയിസ്, ഭയങ്കര ബേസ് ഉള്ള ആ വോയിസ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ ട്രെയിലറിലോട്ട് പോവാം. ഓക്കേല്ലേ? താഴെയുള്ള അനീച്ചാർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ അവൻ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ദൃശ്യം 4 വല്ലോണാ? ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരു അതിഥി വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാ. ബേബി ജീൻ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു കാസ്റ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം. പിന്നെ എന്തെങ്കിലും ആട്ടെ, നമുക്ക് കണ്ടു നോക്കാം. ഞാനും കൂടാ. ആ സൗണ്ട് കേട്ടില്ലേ? അതാണ് അയാളുടെ ഹൈലൈറ്റ്. ആ വോയിസാണ് അയാളുടെ ഹൈലൈറ്റ്. അല്പനേരം നീണ്ട പിടിവലിയിൽ അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുന്നു. കൊലപാതകോ? ഇവിടെ ഇട്ടോ കൊലയാ. ഉടനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീത്തയാവും. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികള്, ഒരു ശവം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? സുരാജ് ഉണ്ടോ ഈ സിനിമയില്? ദൈവമേ, പുള്ളി ഫസ്റ്റിലുണ്ടോ? ഭരതനാട്യത്തിലുണ്ടോ? അല്ല, മോഹിനിയാട്ടം. ഇത് മോഹിനിയാട്ടം, അത് ഭരതനാട്യം. അതിലില്ലെന്ന് തോന്നുന്നു. എനിവേ, പുള്ളി കുറേ നാൾക്ക് ആ ഒരു സീരിയസ് റോള് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പടക്കളത്തിലാണ് ആളൊന്ന് നല്ല രീതിയിൽ, എന്താ പറയുക, ആ പഴയ നമ്മുടെ ആ ചട്ടമ്പി നാടിലും നമ്മുടെ തേജാബായി ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഉള്ള നമ്മുടെ സുരാജേട്ടനെ കാണാൻ പറ്റിയത്. ഇതിലും അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? നമ്മള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ. എന്റെ ദൈവമേ, അപ്പൊ ഒരു വിനയ് ഫോർട്ട് നല്ല കാസ്റ്റിംഗ് ആട്ടോ, കിടിലൻ കാസ്റ്റിംഗ്. കുറച്ച് ആളുകളാണ് ഈ പടത്തിൽ ധ്യാനത്തിന് പോണത്. രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള 2 മക്കളോ? അതെ, അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛന് പറ്റും. ലെജൻഡ്. 2 അമ്മമാര്. അത് ഞാൻ ആദ്യ സിനിമ കണ്ടപ്പോൾ ആലോചിച്ചായിരുന്നു. 2 അമ്മമാർക്കും ആൺമക്കളുണ്ടാകുമ്പോൾ അവർക്ക് ഒരേ ചായ ഉണ്ടാകുന്നത്. അതൊരു കോമഡി ഇതായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ പിറകിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പ്യൂർ പടം, നല്ലൊരു പ്യൂർ കോമഡി പടം, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇവൻ ഈ പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു നോക്കും. അവൻ നല്ല എ ക്ലാസ് ഉടായിപ്പാ സാറേ. ഒരു നാടിനെ മുഴുവൻ പറ്റിച്ചു. നാട്ടിനെ പറ്റിച്ചാ പോരെ, ദ്രോഹിക്കണ്ടല്ലോ. വേണം. ഇതൊക്കെ വലിയ റിസ്കാ. ഏയ്, അതൊക്കെ തുടക്കത്തിൽ തോന്നാ. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഇതെങ്ങാനും പുറത്തറിഞ്ഞാലുണ്ടല്ലോ, കുടുംബത്തോടെ തോന്നും. ഒച്ചവെക്കാതിരിക്കണു. നീ പോടാ, വഴി നോക്കാം. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിളാണ് ഈ ഫാമിലി. അതെ, സിമ്പിൾ ഫാമിലി വിത്ത് മർഡർ മിസ്റ്ററി. മകഴിച്ചി ഇതിന്റെ ഈ ക്ലൈമാക്സിൽ ജോർജ് കുട്ടിയും ഫാമിലി അകത്ത് പോണ വല്ലതുമാണ്. മിക്കവാറും. അയ്യേ, ആ ജോർജ് കുട്ടിനെ ഒന്നതിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റകൾക്കുണ്ടല്ലോ ഉപദ്രവം. ഇപ്പോൾ ഭരതനാട്യം 2 മോഹിനിയാട്ടം, കിൽ ഓർ ഡൈ. ഈ ഡു ഓർ ഡൈ എന്നൊക്കെ പറയുന്ന പോലെ കിൽ ഓർ ഡൈ. സാധനം കൊള്ളാം, അടിപൊളി. ട്രെയിലർ കണ്ടപ്പോൾ. ഇനി ഇത് എന്നാ റിലീസ്? ഇൻ സിനിമാസ് April 10. April 10. അതായത് നമ്മുടെ എലക്ഷൻ വരുന്ന April 9 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ April 10 കാണണം, കണ്ടിട്ട് തീരുമാനിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ട്രെയിലർ. ഒന്നും റിവീൽ ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വേണം ട്രെയിലർ ഇറക്കാൻ. നമുക്ക് ഇപ്പം തന്നെ സിനിമ കാണാൻ തോന്നി. എഡിറ്റർ ആരായാലും ബിഗ് ക്ലാപ്പ്.
അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.